ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 4th യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററായ വോക്ക് അലോൺ എന്ന പോയമാണ്. ഇത് എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ആദ്യം നമുക്ക് ഓഥറിനെ പറ്റി ഒന്ന് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ, often referred to as Gurudev, was a polymath, a revered Indian poet, artist, musician and philosopher. രവീന്ദ്രനാഥ ടാഗോർ ഗുരുദേവ് എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു പോളിമാത്ത് എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളിൽ അറിവുള്ള ആൾ, അല്ലെങ്കിൽ പണ്ഡിതൻ, സർവ്വവിജ്ഞാനി എന്നൊക്കെ പറയാം. വളരെയധികം അറിവുള്ള, വളരെ ഇന്ത്യക്കാരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന കവിയാണ്, ആർട്ടിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്, ഫിലോസഫറാണ്. ഹിസ് കളക്ഷൻ ഗീതാഞ്ജലി won him the Nobel Prize for Literature in 1913. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും, 1913 അദ്ദേഹം എഴുതിയ ഗീതാഞ്ജലിക്ക് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. റെക്കഗ്നൈസിങ് ഹിസ് പ്രൊഫൗണ്ട് ഇൻസൈറ്റ് ആൻഡ് ഫിലോസഫിക്കൽ ഡെപ്ത്. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ വളരെ ആഴത്തിലുള്ള ആ ഒരു അറിവും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചിന്തകളും ഒക്കെ നിറഞ്ഞ ഒരു പോയട്രി കളക്ഷനാണ് ഗീതാഞ്ജലി. ടാഗോർ വാസ് നോട്ട് ഓൺലി എ ലിറ്റററി ഐക്കൺ ബട്ട് ഓൾസോ എ കീ ഫിഗർ ഇൻ ഇന്ത്യസ് ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. അദ്ദേഹം ലിറ്റററി ഫീൽഡിൽ മാത്രമല്ല, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ച ആളാണ്. ഹി ഈസ് ദ റെനൗണ്ട് കമ്പോസർ ഓഫ് നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ ജനഗണമന ആൻഡ് ഓഫ് ബംഗ്ലാദേശ് അമർ സോന ബംഗാൾ. ഹിസ് വേർഡ്സ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്, ലവ് ആൻഡ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. അദ്ദേഹം ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയഗാനം എഴുതിയ ആളാണ്, നാഷണൽ ആന്തം കമ്പോസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷൻസ് എല്ലാം ജീവിതത്തിൻ്റെ സ്നേഹവും സൗന്ദര്യവും അതുപോലെ മനുഷ്യൻ്റെ ഒരു സ്പിരിറ്റും ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. വോക്ക് എലോൺ. ഇഫ് നോ വൺ ലിസൺ ടു യുവർ കോൾ, then you must walk on alone. Move on alone, move on alone and move on alone. നിങ്ങളുടെ വിളികൾ, നിങ്ങൾ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തനിയെ നടക്കണം. ഈ പോയത്തിലുള്ള രവീന്ദ്രനാഥ് ടാഗോർ നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം. നമ്മൾ അതുപോലെ ലെസ് എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം. അതായത് കുറച്ച് പ്രതീക്ഷകൾ മാത്രം മറ്റുള്ളവരെ കുറിച്ച് നമുക്കുണ്ടായിരിക്കുക. അതായത് എപ്പോഴും മറ്റുള്ളവർ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ എത്തും എന്ന് കരുതരുത്. നമ്മൾ നമ്മളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ പോയത്തിൻ്റെ ഐഡിയ. അപ്പോൾ ഇവിടെ പറയുന്നു, ആരും നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ഉറപ്പായും തനിയെ നടക്കണം. മൂവ് ഓൺ എലോൺ എന്നുള്ളത് 3 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ സ്ട്രെസ് ചെയ്യുകയാണ്, നമ്മൾ തനിച്ച് നടക്കാൻ ശീലിക്കണം. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, ഓ മൈ ഹാപ്ലെസ് വൺ. ഹാപ്ലെസ് എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്, അതായത് ഭാഗ്യമില്ലാത്ത, അൺലക്കി എന്നൊക്കെ പറയാം. അപ്പം നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു നിർഭാഗ്യവാനാണ് നിങ്ങളെങ്കിൽ. ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ, ഇഫ് എവരി വൺ ഈസ് അഫ്രൈഡ്, നിങ്ങളിൽ നിന്ന് എല്ലാവരും തിരിഞ്ഞു നടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും ഭയപ്പെടുകയാണ്, ദെൻ ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ് എലോൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് ഉറക്കെ പറയുക. ഇവിടെ സെൽഫ് ഡിസ്കവറിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, എല്ലാവരും നിങ്ങളുടെ പാതയിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് തുറന്നു പറഞ്ഞതുകൊണ്ട് മുൻപോട്ട് ഒറ്റയ്ക്ക് നടക്കണം. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ്. അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്ന സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു സമയത്തെയാണ്. ആ ആശയങ്ങളും ഈ കവിതയിൽ ഉണ്ട്. If everyone turns away, oh my hapless one, if as you walk alone on a dark road, no one joins you on your journey, then you must crush the thorns in your path with your bleeding feet and walk ahead alone. നിങ്ങളുടെ പാതയിൽ നിന്ന് എല്ലാവരും മാറി നടക്കുകയാണ്. അങ്ങനെ ഒരു നിർഭാഗ്യവാനാണ് നിങ്ങളെങ്കിൽ, ഇഫ് ആസ് യു വോക്ക് എലോൺ ഓൺ എ ഡാർക്ക് റോഡ്, നിങ്ങൾ വളരെയധികം ഇരുട്ട് നിറഞ്ഞ ഒരു റോഡിലൂടെ മുന്നോട്ട് പോവുകയാണ്. നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി. അങ്ങനെ ഇരുട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരും കൂടെ വരുന്നില്ല. ആ യാത്രയിൽ നമ്മുടെ കൂട്ടത്തിൽ ആരും കൂട്ടുവരുന്നില്ല. നമ്മൾ തനിയെ ഇരുട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ്
ക്രഷ് ദ ത്രോൺസ് ഇൻ യുവർ പാത്ത്. നിങ്ങളുടെ വഴിയിലുള്ള മുള്ളുകളെയെല്ലാം, ത്രോൺസ് എന്ന് പറഞ്ഞാൽ മുള്ളുകൾ, അതിനെയെല്ലാം ക്രഷ് ചെയ്യുക, നിങ്ങൾ അതിനെയെല്ലാം ചവിട്ടി മെതിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വിത്ത് യുവർ ബ്ലീഡിങ് ഫീറ്റ് ആൻഡ് വാക്ക് എഹെഡ് എലോൺ. അപ്പോൾ ആ മുള്ളുകളെ ചവിട്ടി മെതിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ ഉറപ്പായും മുറിവേൽക്കും, നമുക്ക് അതിൽ നിന്ന് ചോര വരും. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അതായത് ഇരുട്ടിൽ വരുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇരുട്ടല്ല എങ്കിലും നമുക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. അപ്പോൾ എന്തു തന്നെ സംഭവിച്ചാലും ആ ഒരു പ്രതിബന്ധങ്ങളെ എല്ലാം നമ്മൾ ചവിട്ടി മെതിച്ച്, അപ്പോൾ നമുക്ക് ചിലപ്പോൾ മുറിവേൽക്കാം, ശരീരത്തിനുമേൽക്കാം മനസ്സിനുമേൽക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് തന്നെ പോവുക. If no one holds up a light, oh my hapless one, if on a dark, stormy and rainy night. വളരെ ഇരുട്ട് നിറഞ്ഞ മഴയുള്ള കാറ്റുള്ള ഒരു ദിവസം, രാത്രിയിൽ ഇരുട്ടത്തൂടെ നിങ്ങൾ നടക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും പ്രകാശം പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ വെളിച്ചം അടിച്ചു തരുന്നില്ല. അങ്ങനെ ഒരു നിർഭാഗ്യവാനാണ് നിങ്ങൾ. ഈ ഹാപ്ലെസ് എന്ന വേർഡ് 3 സ്റ്റാൻസയിലും ആവർത്തിച്ച് വരുന്നുണ്ട്, നിർഭാഗ്യവാൻ. അപ്പോൾ ആരും ഒരു പ്രകാശം ചൊരിഞ്ഞു തരാൻ ഇല്ല. അപ്പോൾ ഇരുട്ടത്തൂടെ നിങ്ങൾ തനിച്ച് നടക്കുകയാണ്. എവരിയോൺ സീക്ക് റെഫ്യൂജ് ബിഹൈൻഡ് എ ക്ലോസ്ഡ് ഡോർ. എല്ലാവരും അടച്ച വാതിലിനുള്ളിൽ, അതായത് ഒരു ഷെൽട്ടറിനുള്ളിൽ, വീടാവാം കെട്ടിടമാവാം, എല്ലാവരും ഒരു ഷെൽട്ടറിനുള്ളിൽ അഭയം തേടിക്കഴിഞ്ഞു, റെഫ്യൂജ് അഭയം തേടിക്കഴിഞ്ഞു. ദെൻ വിത്ത് ദി ഫ്ലെയിം ഫ്രം എ റോറിംഗ് ലൈറ്റനിങ് സെറ്റ് യുവർ ഓൺ ഹാർട്ട് ഓൺ ഫയർ ആൻഡ് ഷൈൻ എലോൺ ദാറ്റ് മെനി മേ ആസ്പെയർ. അങ്ങനെ ഇരുട്ട് നിറഞ്ഞ ആ വഴികളിലൂടെ നിങ്ങളുടെ ഹൃദയം ഒരു തീയായി മാറുക, അല്ലെങ്കിൽ ഒരു പ്രകാശമായിട്ട് മാറുക. റോറിംഗ് എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുന്ന, ലൈറ്റനിങ് പ്രകാശം. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരു വലിയ തീഗോളമായിട്ട് മാറ്റുക. എന്നിട്ട് നിങ്ങൾ ഷൈൻ എലോൺ, തനിച്ച് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ആൻഡ് മെനി മേ ആസ്പെയർ. ആസ്പെയറിൻ്റെ ഇവിടെ മീനിങ് ആഗ്രഹിക്കുക എന്നാണ്. പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തനിയെ പ്രകാശം ചൊരിയുന്ന ഒരു വിളക്കാകണമെന്ന്. പക്ഷെ അത് പലർക്കും സാധിക്കാറില്ല. അപ്പോൾ നിങ്ങൾ സ്വയം പ്രകാശം ചൊരിയുന്ന ഒരു വിളക്കായി മാറി, നിങ്ങളുടെ ഹൃദയം ഒരു തീയായി മാറ്റിക്കൊണ്ട് നിങ്ങൾ ആ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കൂ എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ കവി ഉദ്ദേശിക്കുന്നത് ഇതാണ്: ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും നമ്മൾ തനിച്ചായി പോകാം. ആ നിമിഷങ്ങളിലൊക്കെ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വരുന്ന പ്രതിബന്ധങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. മനധൈര്യമുള്ളവരായിട്ട് മുന്നോട്ട് ജീവിക്കുക.